AD 345 പ്രേഷിത ദൗത്യവുമായി ഭാരതത്തിലെത്തിയ തെക്കുംഭാഗ ജനതയുടെ സാംസ്കാരികവും വംശീയവുമായ വ്യക്തിരക്തത കാത്തുപാലിക്കുന്നതിനായി 1911 വികാരിയത്ത് അനുവദിച്ചതിൻ്റെ തുടർച്ചയായി സിറോ മലബാർ ഹൈറാർക്കി സ്ഥാപിച്ച് 1923 ഡിസംബർ 21 കോട്ടയം വികാരിയത്തിനെ രൂപതയായി ഉയർത്തിയതിൻ്റെ ശതാബ്ദി ദിനം വിപുലമായ പരിപാടികളോടെ കോട്ടയം അതിരൂപതയിൽ ആചരിച്ചു. കോട്ടയം ക്രിസ്തുരാജ ക്നാനായ കത്തോലിക്ക മെത്രാപ്പോലിത്തൻ ദേവാലയത്തിൽ അതിരൂപത മെത്രാപ്പോലിത്ത മാർ മാത്യു മൂലക്കാട് കൃതജ്ഞതാബലി അർപ്പിച്ച് സന്ദേശം നൽകി. പരിശുദ്ധ സിംഹാസനം ക്നാനായ സമുദായത്തിൻ്റെ വ്യക്തിരക്തതയ്ക്ക് സഭാപരമായ അംഗീകാരം നൽകിയത് തുടങ്ങി വിവിധ കാലങ്ങളിൽ രൂപതയുടെ വളർച്ചയ്ക്ക് നൽകി വരുന്ന നിരന്തരമായ സഹായങ്ങളെ ആർച്ച് ബിഷപ്പ് നന്ദിയോടെ അനുസ്മരിച്ചു. രൂപതയുടെ ആരംഭത്തിനും വളർച്ചയ്ക്കും വഴിയൊരുക്കിയ എല്ലാ പിതാക്കന്മാരെയും വൈദികരെയും സമർപ്പിതരെയും അൽമായ നേതാക്കളെയും നന്ദിയോടെ ഓർക്കുകയും വിശ്വാസവും പൈതൃകവും നഷ്ടപ്പെടുത്താതെ ഈ അതിരൂപതയുടെ തുടർ വളർച്ചയ്ക്കായി കൂട്ടായി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ഒരു പൂർണ്ണ സഭാ ഘടകമെന്ന നിലയിൽ പ്രേഷിത കുടിയേറ്റം നടത്തിയ ക്നാനായ സമുദായ അംഗങ്ങൾ ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായിരിക്കുമ്പോൾ പ്രേഷിത ചൈതന്യവും സുവിശേഷ ദീപ്തിയും ലോകമെമ്പാടും പകർന്നു നൽകുവാൻ അതിരൂപതാംഗങ്ങൾക്ക് കഴിയട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അൾജീരിയ ടുണീഷ്യ അപ്പസ്തോലിക് ന്യൂനിഷ്യോ ആർച്ച് ബിഷപ്പ് മാർ കുര്യൻ വയലിങ്കൽ, അതിരൂപത സഹായമെത്രാൻ ഗീവർഗീസ് മാർ അബ്രൈം, പൂനെ കട്കി മലങ്കര കത്തോലിക്ക ഭദ്രാസനത്തിൻ്റെ നിയുക്ത മെത്രാൻ മാർ മത്തായി കടവിൽ, വികാരി ജനറൽ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട്, കോട്ടയം അതിരൂപതയിലെ വൈദിക പ്രതിനിധികൾ എന്നിവർ സഹകാർമ്മികരായി. സമർപ്പിത അൽമായ സംഘടനാ പ്രതിനിധികൾ കൃതജ്ഞതാബലിയിൽ പങ്കെടുത്തു. കൃതജ്ഞതാബലിയെ തുടർന്ന് അതിരൂപതയിലെ സമുദായ സംഘടനകളായ ക്നാനായ കത്തോലിക്ക കോൺഗ്രസ്, ക്നാനായ കാത്തലിക് വിമൻസ് അസോസിയേഷൻ, ക്നാനായ കാത്തലിക് യൂത്ത് ലീഗ് എന്നിവയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമ്മേളനം ആർച്ച് ബിഷപ്പ് മാർ കുര്യൻ വയലിങ്കൽ ഉദ്ഘാടനം ചെയ്ത് സന്ദേശം നൽകി. അതിരൂപതയിലെ എല്ലാ ഇടവകകളിലും സ്ഥാപനങ്ങളിലും ശതാബ്ദിയോടനുബന്ധിച്ച് കൃതജ്ഞതാബലിയും പ്രത്യേക പ്രാർത്ഥനയും നടത്തപ്പെട്ടു. 11-ാം പിയൂസ് മാർപ്പാപ്പയാണ് റൊമാനി പൊന്തിഫിച്ചേഴ്സ് എന്ന തിരുവെഴുത്ത് വഴി സിറോ മലബാർ ഹൈറാർക്കി സ്ഥാപിച്ചതും കോട്ടയം വികാരിയത്തിനെ രൂപതയായി ഉയർത്തിയതും. ശതാബ്ദിയോടനുബന്ധിച്ച് എല്ലാ ഇടവകകളിലും സ്ഥാപനങ്ങളിലും കൃതജ്ഞതാബലി അർപ്പിച്ചു.